ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ പോലീസിൽ പരാതി നൽകി. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് സപ്ലൈ ഓഫീസർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയത്. ആദിവാസികൾക്ക് വിതരണം ചെയ്യാനായി നൽകിയ 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിലാണ് നടപടി. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ പോലീസിൽ പരാതി നൽകി. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് സപ്ലൈ ഓഫീസർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയത്. ആദിവാസികൾക്ക് വിതരണം ചെയ്യാനായി നൽകിയ 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിലാണ് നടപടി. ഇടമലക്കുടിയിലെ റേഷൻ സാധനങ്ങളുടെ വിതരണക്കാരായ ദേവികുളം ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലുണ്ടായിരുന്ന ലൈസൻസ് കഴിഞ്ഞ ദിവസം പൊതുവിതരണ വകുപ്പ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. തലയാർ 56 നമ്പർ റേഷൻ കടയുടമ ജെ ബാലസുന്ദരത്തിനാണ് പുതിയ വിതരണ ചുമതല. പുതിയ വിതരണക്കാരൻ ചുമതലയേറ്റതോടെ സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി എന്നീ റേഷൻ കടകളിലെ ഇ-പോസ് മെഷീനുകളിലുണ്ടായിരുന്ന 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്ക് സപ്ലൈ ഓഫീസർ നീക്കം ചെയ്തു. പുതിയ സ്റ്റോക്കും വിൽപ്പനയും ഒത്തുപോകുന്നതിനായാണിത്. അതേസമയം ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് 2 വർഷം മുമ്പ് നടന്നതിൻ്റെ സമാന ആവർത്തനമെന്നാണ് വിവരം. സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി എന്നീ കടകളിലായി 65 ടണ്ണിലധികം റേഷൻ സാധനങ്ങളുടെ തട്ടിപ്പാണ് ഇത്തവണ നടന്നത്. ഈ കടകളുടെ ലൈസൻസിയായ ഗിരിജൻ സർവീസ് സഹകരണ സംഘം 2024 നടത്തിയ തട്ടിപ്പിനെ തുടർന്ന് 66,000 രൂപ പിഴ ചുമത്തിയിരുന്നതായി ഇടുക്കി ജില്ലാ സപ്ലൈ ഓഫീസർ സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.